ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എവിടെയെങ്കിലും ഈ അപ്പൂപ്പനെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഈ വീടും ഈ അപ്പൂപ്പനെയും കാണാത്ത കുട്ടികൾ വളരെ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോബിറ്റ് എന്ന മൂവി ലൊക്കേഷനിലേക്കുള്ള യാത്രയാണിത്. ഇത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അന്ന് മക്ലാരൻ ഫോൾസ് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ മറ്റാമറ്റ എന്ന സ്ഥലത്ത് ഇതിൻ്റെ ബോർഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നു ഈ ഹോബിറ്റ് മൂവി സെറ്റ് ഒന്ന് കാണണമെന്ന്. പക്ഷേ ഇത് പെയ്ഡ് ആയതുകൊണ്ട് നമ്മളത് പോകാൻ ശ്രമിച്ചില്ല. ഈ തവണയും നമ്മൾ ഉള്ളിലേക്കൊന്നും പോകാൻ നോക്കിയില്ല. ജസ്റ്റ് ഇതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, ഇതെങ്ങനെയാണ് ഇവിടുന്ന് ട്രാവൽ പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെറ്റിലേക്ക് വന്നത്. ഇത് ഈ മൂവി സെറ്റിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് ഒരു ബസ്സിലാണ് എല്ലാ വിസിറ്റേഴ്സിനെയും അവർ കൊണ്ടുപോകുന്നത്. ഇവിടെ ഇതിനോടനുബന്ധിച്ചൊരു ഷോപ്പുണ്ട്. ആ മൂവീസിൽ അവർ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളുടെ, അതുപോലെ ഹോബിറ്റുകൾ ഉപയോഗിച്ച വീട്ടിലെ യൂട്ടൻസിൽസ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളുടെയും ഒരു മോഡൽ അതെല്ലാം നമുക്കിവിടെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പെയ്ഡാണ്, നമുക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന മഗ്, പിന്നെ ഇതിൻ്റെ കുറേ CDs, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, മാപ്പ്. ആ സിനിമ കണ്ടവർക്ക് അറിയാം ആ മാപ്പിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ. J.R. ടോൾക്കീൻ്റെ പ്രശസ്തമായ നോവലാണ് ഹോബിറ്റ് എന്ന് പറയുന്നത്. ആ നോവലിനെ അടിസ്ഥാനമാക്കി പീറ്റർ ജാക്സൺ സംവിധാനം ചെയ്ത ഒരു സീരീസായിരുന്നു ദി ഹോബിറ്റ് എന്ന് പറയുന്നത്. ഹോബിറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ അല്ലെങ്കിൽ ഒരു ഇമാജിനറി ക്യാരക്ടറാണ്. വളരെ പൊക്കം കുറഞ്ഞ ആളുകളാണത്. ബിൽബോ ബാഗിൻസ് എന്ന ഹോബിറ്റിൻ്റെ കഥയാണ് നമ്മുടെ ഹോബിറ്റ് മൂവി സീരീസിൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. ഗണ്ടാൽഫ് എന്ന് പറയുന്ന ഈ മാജിക്കുകാരൻ, അതായത് ഒരു വിസാഡാണ്, അദ്ദേഹവും തോറിൻ ഓക്കൻഷീൽഡ് എന്ന് പറയുന്ന ചെറിയ ഒരു രാജാവും അവർ കൂടി എറേബോർ എന്ന് പറയുന്ന അവരുടെ ഒരു മൗണ്ടൻ, അല്ലെങ്കിൽ അവരുടെ ഒരു സമ്പാദ്യം, അല്ലെങ്കിൽ അവരുടെ ഒരു രാജ്യം അത് തിരിച്ചു പിടിക്കാൻ പോകുന്ന ഒരു യാത്രയും അതിന് അവർക്കുണ്ടാകുന്ന വെല്ലുവിളികളും കഷ്ടപ്പാടുകളും ഇതാണ് നമ്മുടെ ഈ സിനിമയിൽ അവർ കാണിക്കുന്നത്. വളരെയധികം എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പറ്റുന്നവർ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് ഇതിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾക്കിത് കാണാനൊന്നും ഞാൻ പോയില്ല. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിൽ ഞങ്ങൾ ചെറിയൊരു ചായയൊക്കെ കുടിച്ചു. അവിടെ നിന്നൊരു ഹോബിറ്റിൻ്റെ ഒരു ചെറിയ മഗ്ഗൊക്കെ കിട്ടി. നമ്മളത് കണ്ടിട്ട് തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ പോരാൻ തുടങ്ങിയപ്പോഴേക്കും അടുത്ത സെറ്റ് കാണാനുള്ള ബസ് അവിടെ വന്നിരുന്നു. അപ്പോൾ ബസ്സിലിങ്ങനെ ടൂർ പോകുമ്പോൾ നമുക്ക് ഇതേപോലത്തെ അവരുടെ ഹോബിറ്റുകൾ യൂസ് ചെയ്ത വീടുകളൊക്കെ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ന്യൂസിലാൻഡിൽ എല്ലാ സ്ഥലവും ഇതേപോലെ പാർക്ക് പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കണ്ട കാർട്ടൂണിൽ ടെല്ലിട്ടബീസ് എന്ന് പറഞ്ഞ കാർട്ടൂണിൽ കാണുന്ന പോലത്തെ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അങ്ങേയറ്റത്താണ് ആ സെറ്റുള്ളത്. ഇതുവരെ അവരത് പൊളിച്ച് കളഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ, ടൂറിസ്റ്റുകൾ അത് കാണാൻ വരുന്നു. അപ്പോൾ അത് ഒരു ഏണിങ്സാണ്. അതുകൊണ്ട് ഈ മൂവിയുടെ ഷൂട്ടിങ് കഴിഞ്ഞ ശേഷവും ഇത്രയും കാലമായിട്ടും അതവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം $360 ഫാമിലി പാസ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഫ്രീ ആണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ചില സമയത്ത് ഇവിടെ ഡിസ്കൗണ്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ടൈം എന്ന് പറയുന്നത് ഒരു 2.5 മണിക്കൂർ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ നമുക്ക് നടന്ന് കാണാനൊക്കെ ആയിട്ട്. മറ്റൊരവസരത്തിൽ ഹോബിറ്റ് മൂവി സെറ്റ് എല്ലാം നിങ്ങളെ കാണിച്ചു തരാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഈ വീഡിയോയുടെ നിർത്തുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.